Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞു കേട്ടോ. Prayer. ഞാൻ പാടാം മാം. ഈശ്വര കൈകൂപ്പി നിൽപ്പൂമി നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെയുണ്മയായി സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂവിനായി ജീവൻ ത്യജിച്ചോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും. താങ്ക് യു മാം. Signing and thought of the day. ആരും പ്രിപ്പയർഡ് അല്ല. ഓക്കെ പറഞ്ഞോളാം. ഞാൻ പറയാം. ഓക്കെ. തോട്ട് ഓഫ് ദ ഡേ. ഇന്നത്തെ ഒരു ചിന്താ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് നല്ല ആഗ്രഹവും അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ നമ്മൾ ലക്ഷ്യത്തിലെത്തണമെന്നില്ല. പക്ഷെ ആ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹം സഫലീകരിക്കാൻ ശ്രമിക്കും. ഈ ഒരു ചിന്താ വിഷയത്തിലൂടെ ഐ വെൽക്കം ഓൾ ഓഫ് ടു ദിസ് ക്ലാസ്. പിന്നെ സൈൻ ഇൻ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഇന്ന് രാവിലെ വായിച്ചൊരു ചിക്കൻ വെജിറ്റബിൾ സലാഡ്, എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ സാധാരണ സലാഡ് വെജിറ്റബിൾസ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൽ ചിക്കനും കൂടി വന്നപ്പോൾ ചിക്കൻ വെജിറ്റബിൾ സലാഡ് നമുക്ക് ഡയറ്റൊക്കെ നോക്കുന്നവർക്കും നമുക്ക് രാത്രിയിൽ ചോറൊക്കെ മാറ്റി ഈ സലാഡ് മാത്രം കഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും തോന്നി. അതിനാവശ്യമായിട്ടുള്ളത് ചിക്കൻ ചെറിയ പീസ്, നമ്മൾ ഈ ബ്രസ്റ്റ് പീസൊക്കെ നമ്മൾ കറികൾക്ക് എടുക്കുന്നതിന് പകരം അതെടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. പിന്നെ അത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് അതിൽ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ഇത്രയും മാത്രം ഇട്ടിട്ട് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ അത് മാറ്റി വെക്കുക. വേറെ വേണ്ടത് വെജിറ്റബിൾസ് വേണ്ടത് ക്യാബേജ് ചെറിയ സ്ലൈസ് ആയിട്ട് അരിയുക, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം അത് ഏത് കളറായാലും അതും ചെറിയ സ്ലൈസ് ആയിട്ട് അരിയുക. ഇത് മൂന്നും കൂടി ചെറിയ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യുക പച്ചച്ചുക മാറുന്നതിന്. എന്നിട്ട് അതും മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തൈരാണ്. ഒരു ചെറിയ പാത്രത്തിൽ തൈര് എടുക്കുക. അതിൽ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓയിൽ, അത് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, പിന്നെ തേൻ ഒരു സ്പൂണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസിൽ ആഡ് ചെയ്യുക. ഈ ചിക്കനും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് ആപ്പിൾ സ്ലൈസ് ചെയ്തതും പൈനാപ്പിൾ സ്ലൈസ് ചെയ്തതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ചിക്കൻ വെജിറ്റബിൾ സലാഡ് നമുക്ക് റെഡിയായി. ഓക്കെ. ഇത് ആരോഗ്യമായ ഈ ചിക്കൻ വെജിറ്റബിൾ സലാഡ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് ഞാൻ ഈ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഓക്കെ. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പറയുന്ന ചാപ്റ്റർ ആയതുകൊണ്ടാണ് തോന്നുന്നു ഫുഡ് ഹെൽത്തി ഫുഡ്സിനെ കുറിച്ചിട്ട് എല്ലാവരും സൈനിനും ഒക്കെ പറയുന്നത്. നന്നായിരുന്നു കേട്ടോ.
നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെമിനാർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, കുറച്ച് പേരും കൂടി ഉണ്ട്. ഇവരും കൂടി ഉണ്ട് മാം. അപ്പൊ അതൊക്കെ ആരൊക്കെയാണെന്നൊന്ന് പറയോ? ടോപ്പിക് ആണ് അയൺ ആണ്. ഓക്കെ ഓക്കെ. ആക്ടിവിറ്റി കാണിച്ചു തരട്ടാ. ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് മാം. ഏതാണ്? ആൽഫബറ്റിക് ചാർട്ടും നമ്പർ ചാർട്ടും. ഓക്കെ, പേര് അയക്കട്ടെ. ചാർട്ട്. ഓക്കെ, കാണിച്ചതാണോ? ആക്ടിവിറ്റി പ്രസന്റ് ചെയ്താണോ അല്ലെങ്കിൽ ചെയ്യാത്തതാണോ? പ്രസന്റ് ചെയ്തിട്ടില്ല. അത് ആണോ? തങ്കമണി പ്രസന്റ് ചെയ്തോടാ. അത് കഴിഞ്ഞിട്ട് ഡിറ്റി ക്യാമറ ഓൺ ചെയ്യണോട്ടാടാ. ക്യാമറ ഓൺ ചെയ്ത് താഴെ ഓൺ ചെയ്തിട്ട് മുകളിൽ 2 ഒരു ആരോ മാർക്ക് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, മുകളിലായിട്ട് ആ ലിങ്കിന്റെ ഒക്കെ അടുത്തായിട്ട് ഒരു സ്പീക്കർ ഇല്ലേ മുകളില്? ഇപ്പൊ വന്നിട്ടുണ്ട്. അല്ല, മുകളില് ടോപ്പില് അല്ലെങ്കിൽ ടോപ്പിലായിട്ടടാ. അതെ, ഏറ്റവും ടോപ്പിലായിട്ട്. എടാ ചെരിച്ച് കാണിച്ചു തരോ? ഓക്കെ, ആൽഫബറ്റ് ചാർട്ട് കാണാം കേട്ടാ. നമ്പർ ചാർട്ടോ? ഓക്കെ, നമ്പർ ചാർട്ട് കാണാം. നന്നായിട്ടുണ്ടേ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ദെൻ പിന്നെ ആരാണ്? ഡിറ്റി. ഡിറ്റി ഓക്കെ, ആൽഫബറ്റ് ചാർട്ട് കാണാം കേട്ടോ. ഓക്കെ, നമ്പർ ചാർട്ടും കാണാം. ഓക്കേടാ. നെക്സ്റ്റ് മുഫ്സീല. പ്രസന്റ് ചെയ്തോടാ. ഇത് സാൻഡ് പേപ്പർ അല്ലേടാ? സാൻഡ് പേപ്പർ കണ്ടു, നമ്പർ ചാർട്ട് കണ്ടു. ഓക്കെ, ആൽഫബറ്റ് ചാർട്ടും കണ്ടു കേട്ടോ. ഓക്കെ, സെമിനാർ നമ്മൾ പറഞ്ഞ ആൻസി അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, ആൻസി അയൺ കേട്ടോ പ്രസന്റ് ചെയ്തോടാ സെമിനാർ. ആൻസി ഉണ്ട് മിസ്സേ. ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടോ. കേക്കാമോ മിസ്സേ? കേക്കാട്ടോ, കേക്കാമോ? ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് അയൺ ആണ്. നമ്മുടെ ബ്രേക്ക് ആയടാ ആൻസി. അയൺ എന്തുമാത്രം പ്രാധാന്യം. ഇപ്പൊ കേക്കാമോ മിസ്സേ? ആടൊന്ന് റേഞ്ച് ഉള്ളിടത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫോൺ ആ സ്പീക്കറിന്റെ ആ ഒരു വോയിസിനോട് ചേർന്ന് സംസാരിക്കും. പ്രസന്റ് ചെയ്തോട്ടാടാ. ആൻസി നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ? ഇല്ല മാം. മിസ്സേ വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്ന് മോനൊരു കാര്യം ചെയ്യും, ഒന്ന് ലോഗ് ഔട്ട്.
ഓക്കെ, ബാക്ക് പോയിട്ട് പാട്ടോ. വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നെറ്റുള്ള സ്ഥലത്തോട്ടൊന്ന് പോയിട്ട് പ്രസന്റ് ചെയ്യാം. വേറെ ആരെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാൻ? ഓക്കെ, വേറെ ആരാണ് ഇനിയുള്ളത്? ഡിക്റ്റ് ചെയ്തോ? വൈറ്റമിൻസ് ചെയ്തു മാം, ചെയ്തു. പ്രസന്റ് ചെയ്തോ? പ്രസന്റ് ചെയ്തു. സെമിനാർ പ്രസന്റ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി മാം ഞാൻ ആരുള്ളത്? ചെയ്യാറുണ്ട്. വിജിത നികിത. വിജിത വിജിത വിജിത. ഓക്കെ, വൈറ്റമിൻ ഇ. ഓക്കെ, പ്രസന്റ് ചെയ്തോ കേട്ടോ. കേൾക്കാമേ? കേൾക്കാടാ, പ്രസന്റ് ചെയ്തോ. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ വിഷയം എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ചർമ്മം, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ആണ്. ചുളിവുകൾ, വരൾച്ച എന്നിവ കുറയ്ക്കാനും മുടി തടയാനും സഹായിക്കുന്നു. കൂടാതെ കോശങ്ങളെ സംരക്ഷിക്കുന്നു, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. പിന്നെ അതൊന്നും അല്ലാണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് ആർത്തവവേദന. ആർത്തവവേദന കുറയ്ക്കാൻ വിറ്റാമിൻ ഇ അത്യാവശ്യമാണെന്ന് നാം പറയുന്നത്. പിന്നെ പ്രമേഹം പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനും പേശികളുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നത് വൈറ്റമിൻ ഇ ആണ്. പിന്നെ അതുകൂടാണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു. നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്, ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ചർമ്മ സംരക്ഷണത്തിന്, സൗന്ദര്യ സംരക്ഷണത്തിന്. അതിലൊന്നാണ് ചർമ്മം. വരണ്ട ചർമ്മം, സോറിയാസിസ്, എക്സിമ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു. പിന്നെ മുടി കൊഴിച്ചിൽ തടയുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്താനും ഈ സഹായിക്കുന്നു. പിന്നെ നമ്മളെ നഖങ്ങള് ഇങ്ങനെ പൊട്ടി പോകാറുണ്ട്. അത് വൈറ്റമിൻ ഇ കുറവ് കൊണ്ടാണെന്നാണ് പറയുന്നത്. പിന്നെ വൈറ്റമിൻ ഇ ഏറ്റവും കൂടുതലുള്ള ഫുഡ് എന്ന് പറയുന്നത് ഒന്ന് ഓയില്, പിന്നെ വീറ്റ് ജം ഓയില് ആൻഡ് സൺഫ്ലവർ ഓയില്, പിന്നെ നട്സില് ആൽമണ്ട്, പീനട്ട്, സൺഫ്ലവർ സീഡ്. പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മാംഗോ, കിവി, അവോക്കാഡോ. പിന്നെ വെജിറ്റബിള് സ്പിനാച്ച് ആൻഡ് റെഡ് ക്യാപ്സിക്കം, ബ്രോക്കോളി, പിന്നെ ചീര, പിന്നെ ലീഫുകളിൽ എല്ലാറ്റിലും വൈറ്റമിൻ ഇ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് വൈറ്റമിൻ ഇ കുറയാൻ കാരണം എന്ന് പറയുന്നത് കൊഴുപ്പ് ആഗിരണം ചെയ്യുന്നതിലെ തകരാറ്, പിന്നെ ദഹന സംബന്ധമായ കാരണം, മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങളിലും, ശരീരഭാരം കുറഞ്ഞ കുട്ടികളിലും, ഭക്ഷണക്രമം കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കുറഞ്ഞ അളവിൽ കഴിക്കുന്നവരിലും വൈറ്റമിൻ ഇ ധാരാളം കുറഞ്ഞു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കൂടാണ്ട് അമിതമായ അളവില് പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് തരാറുണ്ട്. പക്ഷെ അത് അമിതമായിട്ട് കഴിച്ചാൽ, അമിതമായി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 400 IV കൂടുതൽ ടാബ്ലറ്റ് കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവും. പിന്നെ ഓക്കാനം, വയറിളക്കം, തലവേദന, അമിതമായ രക്തസ്രാവം എന്നിവയ്ക്ക് കാരണമാവും എന്നാണ് പറയുന്നത്. അത് നമ്മൾ കൂടുതലും ഡോക്ടറെ കണ്ടിട്ട് തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ മാം. താങ്ക് യു മാം. വിജിത, നന്നായിരുന്നു കേട്ടോ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? മിസ്സേ ഞാനുണ്ട്. അഞ്ജന ടോപ്പിക് സിങ്ക് ഡെഫിഷ്യൻസി. ഓക്കെ.
സിങ്ക് ഡെഫിഷ്യൻസിയെ കുറിച്ചാണ് പറയുന്നത്. സിങ്ക് ശരീരത്തിന് ആവശ്യമായ ഒരു അത്യാവശ്യ സൂക്ഷ്മ പോഷക ഘടകമാണ്. ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ളൂ, എന്നാൽ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും അത്യപേക്ഷിതമാണ്. വളർച്ച, പ്രതിരോധശേഷി, എൻസൈംസ് പ്രവർത്തനം എന്നിവയ്ക്ക് സിങ്ക് അത്യാവശ്യമാണ്. സിങ്ക് എന്ന് പറയുന്നത് ഒരു മൈക്രോ ന്യൂട്രിയന്റ് ആണ്. ശരീരത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയില്ല. അതിനാൽ ദിവസേന ഭക്ഷണത്തിലൂടെ സിങ്ക് ലഭിക്കണം. സിങ്കിന്റെ പ്രവർത്തനങ്ങൾ എന്തെന്ന് വെച്ചാൽ 300-ലധികം എൻസൈമുകളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. മസ്തിഷ്ക വികസനത്തിന് സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. മുറിവുകളൊക്കെ വേഗത്തിൽ ഭേദമാക്കാൻ സഹായിക്കുന്നു. പിന്നെ രുചിയും ഗന്ധവും തിരിച്ചറിയാനും സഹായിക്കുന്നു. ദിവസേന അത്യാവശ്യമായി സിങ്കിന്റെ അളവെന്ന് പറയുന്നത് കുട്ടികൾക്ക് 5 മുതൽ 10 മില്ലിഗ്രാം വരെ സിങ്കിന്റെ അളവ് വേണ്ടതാണ്. പുരുഷന്മാർക്ക് 11 മില്ലിഗ്രാം, സ്ത്രീകൾക്ക് 8 മില്ലിഗ്രാം. പിന്നെ സിങ്ക് കുറവിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പോഷക ആഹാരക്കുറവ്, അമിതമായ ജങ്ക് ഫുഡ് ഉപയോഗം, ദീർഘകാല വയറിളക്കം, ആസൂത്രണമില്ലാത്ത സാഹചര്യ ശീലം, പിന്നെന്താ പിന്നെ സിങ്കിന്റെ കുറവിന്റെ ലക്ഷണങ്ങൾ എന്താണ്? പതിവായ രോഗങ്ങൾ വരിക, മുറിവുകൾ സാവധാനത്തെ മാത്രം ഭേദമാകുക, മുടി കൊഴിച്ചിൽ, വിശപ്പില്ലായ്മ, രുചിയും ഗന്ധവും കുറയുക, കുട്ടികളിൽ വളർച്ച മന്ദഗതിയാക്കുക, ചർമ്മ പ്രശ്നങ്ങൾ, ഇവയെല്ലാം സിങ്ക് കുറവാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. സിങ്ക് കുറവിനെ തുടർന്നുണ്ടാകുന്ന രോഗങ്ങൾ: കുട്ടികളിലെ വളർച്ചാ തടസ്സം, പ്രതിരോധശേഷി കുറയൽ, ലൈംഗിക വികസനത്തിലെ വൈകിപ്പ് എന്നിവയെല്ലാം സിങ്ക് കുറവ് തുടർന്നുണ്ടാകുന്ന രോഗങ്ങളാണ്. സിങ്ക് ലഭിക്കാവുന്ന ഭക്ഷണങ്ങൾ: മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങള്, കുരുമുളക്, കശുവണ്ടി, നിലക്കടല, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ. പിന്നെ സിങ്ക് കുറവ് തടയാനുള്ള മാർഗങ്ങൾ: സമതുലിതമായ ഭക്ഷണരീതി, സിങ്ക് ധാരാളമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, ശരിയായ പാചക രീതി പാലിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സിങ്ക് സപ്ലിമെന്റുകൾ ഉപയോഗിക്കുക. പിന്നെ ശരീരാരോഗ്യത്തിനും വളർച്ചയ്ക്കും സിങ്ക് അനിവാര്യമാണ്. സിങ്ക് കുറവ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. സമതുലമായ ഭക്ഷണമാണ് ഏറ്റവും നല്ലത് പ്രതിരോധ മാർഗം. താങ്ക് യു മാം. ഓക്കേടാ, താങ്ക് യു. നന്നായിട്ട് എടുത്തു കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലേ? മിസ്സേ കുഴപ്പമില്ല. ആൻസി പ്രസന്റ് ചെയ്യാലോ? ഇപ്പൊ കേൾക്കാമോ മിസ്സേ? ഇപ്പൊ കേൾക്കാടാ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് മാം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന സെമിനാർ ടോപ്പിക് എന്ന് പറയുന്നത് അയൺ അഥവാ ഇരുമ്പ് ആണ്. ഇരുമ്പ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ കുറിച്ചാണ് ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഇരുമ്പ് ഒരു നിർണായക പോഷകമാണ്. ശരീരത്തിൽ സാധാരണ ഇരുമ്പിന്റെ അളവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ അധിക അളവും കുറവും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരുപോലെ കാരണമാകാറുണ്ട്. ഇരുമ്പിന്റെ കുറവ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും അധികം ഉണ്ടാകുന്ന നമുക്ക് കേട്ടിട്ടുള്ള ഒരു അസുഖം എന്ന് പറഞ്ഞാൽ വിളർച്ച അഥവാ അനീമിയ. അതേസമയം ഇരുമ്പിന്റെ അധിക അംശം നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ അവയവങ്ങളുടെ നാശത്തിന് കാരണമാകും. സാധാരണ ഇരുമ്പിന്റെ അളവും അതിന്റെ ഗുണങ്ങളും മനസ്സിലാക്കുന്നത് ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും സപ്ലിമെന്റേഷനുകളിലൂടെയും ഇരുമ്പിന്റെ അളവ് നിലനിർത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. അതായത് സാധാരണ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഇരുമ്പ് ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുന്നതും ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും ഇരുമ്പിന്റെ സപ്ലിമെന്റേഷനുകളിലൂടെയും നമ്മുടെ ശരീരത്തിൽ സാധാരണ അളവിൽ ഇരുമ്പിന്റെ അളവ് നിലനിർത്താനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്നു. ഇനി എന്താണ് ഇരുമ്പ്? നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ ധർമ്മം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നതിന് ഉത്തരവാദികളായ ചുവന്ന രക്താണുക്കളുടെ ഒരു ഘടകമായ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഒരു നിർണായക ധാതുവാണ് ഇരുമ്പ്. ചുവന്ന മാംസം, കടുംപച്ച ഇലക്കറികൾ, ഇരുമ്പ് തുടങ്ങിയ ഭക്ഷണക്രമങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായ ഇരുമ്പ് ലഭ്യമാണ്.
ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് കുറയുന്നത് വിളർച്ചയിലേക്ക് നയിക്കുന്നു. ഇത് വിളറിയ ചർമ്മം, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു. അമിതമായ ഇരുമ്പ് അവയവങ്ങളുടെ കേടുപാടുകൾ, കരൾ രോഗം, ഹൃദയ പ്രശ്നങ്ങൾ, പ്രമേഹം എന്നിവയ്ക്കും കാരണമാകും. മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിന് ശരീരത്തിന് ആരോഗ്യകരമായ അളവിൽ തന്നെ നമുക്ക് ഇരുമ്പ് ആവശ്യമാണ്. അതായത് ഒരിക്കലും ഇരുമ്പിന്റെ അളവ് കൂടാനും പാടില്ല, കുറയാൻ പാടില്ല. രണ്ടും ഒരുപോലെ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇനി അടുത്ത പറയാൻ പോകുന്ന പ്രായത്തിലെ ലിംഗഭേദത്തിന് അനുസരിച്ച് ശുപാർശ ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ, പുരുഷന്റെ, സ്ത്രീകളുടെ, കുട്ടികളുടെ ശരീരത്തിൽ ശുപാർശ ചെയ്യുന്ന ഇരുമ്പിന്റെ അളവാണ് പറയുന്നത്. 9 മുതൽ 13 വയസ്സ് വരെയുള്ള പുരുഷന്മാരിൽ 8 മില്ലിഗ്രാമും, 14 മുതൽ 18 വയസ്സ് വരെയുള്ള 11 മില്ലിഗ്രാമും, 19 വയസ്സിനും അതിന് മുകളിലുള്ളവരിൽ 8 മില്ലിഗ്രാമും ഇരുമ്പിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. ഇനി സ്ത്രീകളിലാണെങ്കിൽ 9 മുതൽ 13 വയസ്സ് വരെ 8 മില്ലിഗ്രാം, 14 മുതൽ 18 വയസ്സ് വരെ 15 മില്ലിഗ്രാം, 19 മുതൽ 50 വയസ്സ് വരെ 18 മില്ലിഗ്രാം, 51 വയസ്സും അതിൽ കൂടുതലുള്ളവർക്ക് 8 മില്ലിഗ്രാം, ഗർഭകാലത്ത് 27 മില്ലിഗ്രാം ഇരുമ്പ് ആവശ്യമാണ്. ഇനി കുട്ടികളിലാണെങ്കിൽ ജനിച്ച സമയം തൊട്ട് 6 മാസം വരെ 0.27 മില്ലിഗ്രാം ഇരുമ്പും, 7 മാസം മുതൽ 12 മാസം വരെ 11 മില്ലിഗ്രാം ഇരുമ്പും, ഒരു വയസ്സ് മുതൽ 3 വയസ്സ് വരെ 7 മില്ലിഗ്രാമും, 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെ 10 മില്ലിഗ്രാമും ഇരുമ്പ് ആവശ്യമാണ്. ഇനി ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ഷീണം, തലക്കറക്കം, മുടി കൊഴിച്ചില്, ക്ഷോഭം, ബലഹീനത, മണ്ണിനോ ഇഷ്ടികയ്ക്കോ മണലിനോ വേണ്ടിയുള്ള ആസക്തി. അതായത് നമുക്ക് സാധാരണ ഭക്ഷണങ്ങളല്ലാതെ ഈ മണ്ണ്, ഇഷ്ടിക, മണൽ അതൊക്കെ കഴിക്കാനുള്ള ഒരു ആസക്തി നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് കുറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നാറുണ്ട്. പിന്നെ പൊട്ടുന്നതായ നഖങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറവാണെന്ന്. ഇനി ഇരുമ്പിന്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അതൊന്ന് പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആദ്യം കണ്ടുവരുന്നത് അയൺ ഡെഫിഷ്യൻസി, അനീമിയാണ് ഏറ്റവും കൂടുതൽ. അത് വിളർച്ചയാണ് ഇരുമ്പിന്റെ കുറവ് കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അസുഖം. രണ്ടാമത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതായത് ഹൃദയമിടിപ്പ് കൂടുക, ഹൃദയസ്തംഭന സാധ്യത തുടങ്ങിയവ ഉണ്ടാകാറുണ്ട്. പിന്നെ പ്രതിരോധ ശേഷി കുറയും. പിന്നെ ഗർഭകാല സങ്കീർണതകൾ, അതായത് കുട്ടികള് മാസം തികയുന്നതിന് മുമ്പ്, അകാല ജനനം, മാസം തികയുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ പ്രസവിക്കുക, അത്. പിന്നെ ഭാരം കുറഞ്ഞ, വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങള് തുടങ്ങിയവ ഉണ്ടാകാറുണ്ട്. പിന്നെ കുട്ടികളിലും ഇത് വികാസക്കുറവ് ഉണ്ടാകും, ശാരീരികവും മാനസികവുമായ വികാസക്കുറവ് ഉണ്ടാകും. ഇനി ഇരുമ്പ് കുറയുന്നതിനുള്ള കാരണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നത്, പിന്നെ കനത്ത ആർത്തവ രക്തസ്രാവം, ഗർഭാവസ്ഥയിൽ നമുക്ക് രക്തം കൂടുതൽ ആഗിരണം ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ വേണ്ട രീതിയിൽ ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയും. പിന്നെ ദഹനനാളത്തിന്റെ പ്രശ്നങ്ങൾ, അതായത് നമ്മളെ ദഹനനാളത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ആഗിരണം ചെയ്ത് വിറ്റാമിൻസ് ആഗിരണം ചെയ്തെടുക്കുന്നത്. അപ്പൊ ആ ദഹനനാളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി ഇരുമ്പ് ആഗിരണം ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് കുറയുന്നതിന് കാരണമാകാറുണ്ട്. പിന്നെ ഇരുമ്പിന്റെ ഭക്ഷണ സ്രോതസ്സുകൾ 2 തരത്തിലുണ്ട്. ഇരുമ്പിന്റെ ഭക്ഷണ സ്രോതസ്സുകൾ മാം ബാക്കി പറയട്ടെ, കുഴപ്പമുണ്ടോ? തോരെ ഒരുപാടായി പോകുന്നുണ്ടോ മിസ്സേ? ഇല്ലടാ, നന്നായിട്ട് എടുക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തോളാം. അപ്പൊ ഇരുമ്പിന്റെ ഭക്ഷണ സ്രോതസ്സുകൾ പ്രധാനമായിട്ട് 2 രീതിയിലാണ് നമുക്ക് ഇരുമ്പിന്റെ ഭക്ഷണ സ്രോതസ്സുകളുണ്ട്. ഹീം അയണും നോൺ ഹീം അയണും. അതായത് ഈ ഹീം അയൺ എന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് ഈ ഹീം അയൺ ലഭിക്കുന്നത് മാംസം, കോഴി, മത്സ്യം തുടങ്ങിയവയിൽ നിന്നാണ് നമുക്ക് ഹീം അയൺ ലഭിക്കുന്നത്. അത് ഇരുമ്പിന്റെ ഒരു സ്രോതസ്സാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് നോൺ ഹീം അയൺ. അത് നമുക്ക് കടും, ഇലക്കറികൾ, സസ്യ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ഹീം അയൺ നമുക്ക് മാംസാഹാരത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ നോൺ ഹീം അയണുകൾ സസ്യ സ്രോതസ്സുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഈ നോൺ ഹീം അയൺ, അതായത് ഇലക്കറികളിൽ നിന്ന്, അല്ലെ സസ്യ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന അയണിന്റെ ആഗിരണം ഈ മാംസ ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പിന്റെ ആഗിരണത്തെക്കാട്ടി വളരെ കുറവാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി നമുക്ക് ഈ മാംസം, മത്സ്യം തുടങ്ങിയവയിൽ നിന്ന് വിറ്റാമിൻ സി കിട്ടി. ഈ വിറ്റാമിൻ സി നമുക്ക് ഇരുമ്പിനെ ആഗിരണം ചെയ്യാൻ ഉള്ള ഒരു കഴിവുണ്ട് വിറ്റാമിൻ സിക്ക്. അപ്പൊ നമ്മൾ ഈ വിറ്റാമിൻ സി മാംസങ്ങളിൽ അതിൽ ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹീം അയൺ നമ്മുടെ ശരീരത്തിൽ ഒരുപാടുണ്ട്. പക്ഷെ നോൺ ഹീം അയൺ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇനി ഇരുമ്പിന്റെ ആഗിരണം മെച്ചപ്പെടുത്താൻ കഴിയുന്ന വിറ്റാമിൻ സി അടങ്ങിയ ചില ഭക്ഷണങ്ങളാണ് പറയുന്നത്.
വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ. അതായത് ഓറഞ്ച്, നാരങ്ങ, മുന്തിരി പഴം തുടങ്ങിയ പോലുള്ള സിട്രസ് പഴങ്ങള്, ബ്രക്കോളി പോലുള്ള ക്രൂസിഫറസ് പഴങ്ങള്, വെളുത്ത ഉരുളക്കിഴങ്ങ്, ചുവന്ന മുളക്, തക്കാളി എന്നിവയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം നമുക്ക് കൂട്ടാൻ കഴിയും. ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ അതിന് ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഒരു ധാതുവാണ് നമ്മുടെ ശരീരത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് ഒരു ധാതുവാണ് ഇരുമ്പ്. ശരീരത്തിലെ ഉയർന്നത് ഇരുമ്പിന്റെ അളവും ഗുരുതരമായ സങ്കീർണതയ്ക്ക് കാരണമാകാം. ലോകമെമ്പാടുമുള്ള സാധാരണയായ പോഷകാഹാരക്കുറവായി ലോകാരോഗ്യ സംഘടന ഇരുമ്പിന്റെ കുറവിനെ തരംതിരിച്ചിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ശരീരത്തില് ഇരുമ്പിന്റെ കുറവ് അധികമായാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ കുറവ് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണം, തലക്കറക്കം അതൊക്കെ വരുന്നത് പോലെ ഇരുമ്പിന്റെ അളവ് കൂടുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഓർക്കാനം, ഛർദി, വയറുവേദന തുടങ്ങിയ ബോധക്ഷയം, തലക്കറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് ഈ ഇരുമ്പിന്റെ അളവ് കൂടുമ്പോഴത്തേക്ക്. അപ്പൊ ഇരുമ്പിന്റെ ആഗിരണം തടയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്, ആഗിരണം തടയാനായിട്ട്, അത് ഇരുമ്പിന്റെ ആഗിരണം കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ചായ, കുതിർക്കാത്ത തവിട്, ധാന്യങ്ങൾ, നട്സ്, പയറുവർഗ്ഗങ്ങൾ എന്നിവ തുടങ്ങിയവ നമ്മൾ ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം കുറയ്ക്കും. അപ്പൊ ഇരുമ്പിന്റെ ഒരു സാധാരണ നില കൂടാതെയും കുറയാതെയും നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ സാധാരണ നില നിലനിർത്തേണ്ടത് ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ്. ഒരിക്കലും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അധികമായ അമൃതം വിഷം എന്ന് പറയില്ല, അതുപോലെ ഒരിക്കലും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഏകദേശം ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടിയോ? 2 ക്ലാസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ട് അപ്പൊ എങ്ങനെയുള്ള ഫുഡ് ആയിരിക്കണം പറഞ്ഞോടാ. സെൻഡ് ചെയ്തോടാ. Good morning, ma'am and friends. Phosphorus is take a moment. Hello. പറഞ്ഞോടാ, കേക്കാടാ. Phosphorus is an important mineral needed for strong bones and teeth. It also helps in energy production and proper functioning of cells. When the level of phosphorus in the body becomes too high or too low, it can cause health problems. The normal serum phosphorus level is 2.5 to 4.5 mg. ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ധാതുവാണ്. ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തമാക്കാൻ സഹായിക്കുന്നു. ഊർജ നിർമ്മാണത്തിനും കോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും ഫോസ്ഫറസ് ആവശ്യമാണ്. ഇത് കൂടുകയോ കുറയുകയോ ചെയ്താൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. Phosphorus is 2 types: hypophosphatemia, low level of phosphorus in the blood, and second one, hyperphosphatemia, high level of phosphorus in the blood. Causes for phosphorus disease കാരണങ്ങൾ: പ്യുവർ ന്യൂട്രിഷൻ ഓർ മാൽന്യൂട്രിഷൻ, പോഷകാഹാരക്കുറവ്, കിഡ്നി ഡിസീസ്, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, excess intake of phosphorus rich foods, ഫോസ്ഫറസ് അടങ്ങിയ ഫുഡ് അമിതമായി കഴിക്കല്, ഹോർമോണൽ ഡിസോർഡേഴ്സ്, ഹോർമോൺ കുറവ്, ലോങ് ടേം യൂസ് ഓഫ് സം മെഡിസിൻസ്, ചില മരുന്നുകൾ അമിത ഉപയോഗം. സിംറ്റംസ്: ഡീപ് ബോൺസ് ആൻഡ് ബോൺ പെയിൻ, എല്ലുകളുടെ ബലക്കുറവും വേദനയും. പിന്നെ മസിൽ വീക്ക്നെസ്, പേശികളുടെ ബലക്കുറവ്. ഫാറ്റി ആൻഡ് ടയർഡ്നെസ്, ക്ഷീണം, ജോയിന്റ് പെയിൻ, പുവർ ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, ടീത്ത് പ്രോബ്ലംസ്. ഗുരുതരമായ സാഹചര്യങ്ങളിലും എല്ലുകൾ വളയുകയും പൊട്ടലും തുടങ്ങിയ പ്രശ്നങ്ങളും ഈ ഫോസ്ഫറസ് കൊണ്ട് ഉണ്ടാകാം. ഡയഗ്നോസിസ്: രോഗം നിർണ്ണയിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ആൻഡ് എക്സ്റേ ടു ചെക്ക് ബോൺ കണ്ടീഷൻ, എക്സ്റേ. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ട്രീറ്റ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോസ്, ബാലൻസ്ഡ് ഡയറ്റ്, phosphorus supplements for low levels, then medicine to reduce phosphorus for high levels. Treating underlying kidney or hormonal problems, വൃക്കയുടെയും ഹോർമോണുകളുടെയും രോഗങ്ങൾ ചികിത്സിക്കുന്നത്. ഇത് പ്രതിരോധിക്കാൻ
ആരോഗ്യകരമായ സമതുലിത ആഹാരം കഴിക്കുക. കാൽസ്യം, വിറ്റാമിൻ ഡി അടങ്ങിയ ഫുഡ് കഴിക്കുക. ഡ്രിങ്ക് ഇനഫ് വാട്ടർ, ധാരാളമായി വെള്ളം കുടിക്കുക. റെഗുലറായി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. അവോയ്ഡ് എക്സസ് പ്രോസസ്ഡ് ഫുഡ്, അമിതമായ പ്രോസസ് ചെയ്ത ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇനി കൺക്ലൂഷന്, ഫോസ്ഫറസ് രോഗം എല്ലുകളുടെയും ആരോഗ്യത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയും ബാധിക്കുന്നു. നേരത്തെ രോഗം കണ്ടെത്തി ചികിത്സ തുടങ്ങിയാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ആരോഗ്യകരമായ ജീവിതശൈലിയും ശരിയായ ആഹാരക്രമവും ഫോസ്ഫറസിന്റെ സാധാരണ നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. ഇനി ആരും ഇല്ലല്ലോ സെമിനാർ എടുക്കാനായിട്ട്? ഉണ്ട് മാം, ഞാനുണ്ട്. പ്രോട്ടീൻ. 1 മിനിറ്റ് ഇട്ടാടാ, മാർക്ക് ചെയ്തിട്ട്. ഓക്കേടാ, പ്രോട്ടീൻ പ്രസ് ചെയ്തോട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പ്രോട്ടീനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രോട്ടീൻ ജീവന്റെ അടിസ്ഥാന ശീല. അമിനോ ആസിഡുകൾ ചേർന്നുണ്ടാകുന്ന സങ്കീർണമായ ജൈവ തന്മാത്രകളാണ് പ്രോട്ടീനുകൾ. ശരീരത്തിലെ കോശങ്ങളുടെയും കലകളുടെയും അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയ പ്രധാന ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയ്ക്ക് പുറമെ പ്രോട്ടീനിൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീന്റെ ധർമ്മങ്ങൾ: കോശങ്ങളുടെ നിർമ്മാണം, പേശികൾ, അസ്ഥികൾ, ചർമ്മം, മുടി എന്നിവയുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും അത്യാവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻ. എൻസൈമുകളും ഹോർമോണുകളും: ദഹനത്തിനും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന എൻസൈമുകളും ഇൻസുലിൻ പോലുള്ള ഹോർമോണുകളും പ്രോട്ടീൻ നിർമ്മിതമാണ്. രോഗപ്രതിരോധം: രക്തത്തിലൂടെ ഓക്സിജൻ വഹിക്കുന്ന ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. പിന്നെ പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ: ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറയുന്നത് മൂലം PEM, പ്രോട്ടീൻ എനർജി മാൽപ്രേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ക്വാഷിയോക്കർ: പ്രധാനമായും കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. വയറു വീർക്കൽ, കൈകാലുകളിൽ നീര്, പിന്നെ മുടി ചെമ്പിച്ച നിറമാവുക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. മരാസ്മസ്: കലോറിയുടെയും പ്രോട്ടീന്റെയും കഠിനമായ കുറവ് മൂലം ശരീരം അമിതമായി മെലിഞ്ഞ് ഉണങ്ങിയ ഒരവസ്ഥ ഉണ്ടാവുന്നതാണ് ഇതിന്റെ ലക്ഷണം. പിന്നെ മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പേശികൾ ക്ഷയിക്കുക, എപ്പോഴും ക്ഷീണം തോന്നുക, മുറിവുകൾ ഉണങ്ങാൻ താമസിക്കുക, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. പിന്നെ ഇതൊക്കെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് മുട്ട, പാൽ, മീൻ, ചിക്കൻ, പനീർ, പരിപ്പ് വർഗ്ഗങ്ങള്, പിന്നെ ചെറുപയർ, സോയാബീൻ, നിലക്കടല, ബദാം, കശുവണ്ടി എന്നിവയിലെല്ലാം പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒരാളെ ശരീരത്തിൽ എത്ര പ്രോട്ടീൻ ആവശ്യമാണെന്ന് നോക്കാം. ഒരു സാധാരണ വ്യക്തിക്ക് തന്റെ ശരീരഭാരത്തിന്റെ ഓരോ കിലോയ്ക്കും ഏകദേശം 0.8 ഗ്രാം മുതൽ 1 ഗ്രാം വരെ പ്രോട്ടീൻ ദിവസവും ആവശ്യമാണ്. ശരീരത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും പ്രോട്ടീൻ അടങ്ങിയ സമീകൃതാഹാരം ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു മാം. ഇനി വരാറില്ലല്ലോ? ഓക്കെ, സെമിനാർ മിസ്സായിട്ടില്ലല്ലോ? ഡിറ്റ് എടുത്തു. ശ്യാമ. ഓക്കെ, ദെൻ നമ്മള് ആ പോർഷന്റെ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നോ? മാൽ ന്യൂട്രീഷൻ വരെയല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഇല്ല മാം, എല്ലാം എടുത്തല്ലോ. ആ പോർഷൻ കംപ്ലീറ്റ് ആണ്, ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. അതെ മാം. ഓക്കെ, ലാസ്റ്റ് പോർഷൻ ആണ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ, മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. മോക്ക് ടെസ്റ്റ് വരും കേട്ടോ. ഇനി നമ്മള് 7th യൂണിറ്റ് കംപ്ലീറ്റ് ആണോ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റ്, കോമൺ ചൈൽഡ്ഹുഡ്. 7th ചാപ്റ്റർ ഹെൽത്ത് കെയർ. 7th യൂണിറ്റ് 7 കഴിഞ്ഞതാണ്. ഫസ്റ്റ് എയ്ഡും കഴിഞ്ഞാണ്. ഇനി ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. യൂണിറ്റ് 8 കേട്ടോ. പേജ് നമ്പർ
31. 31. യൂണിറ്റ് 8. ചൈൽഡ് വെൽഫെയർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കാട്ടെ. നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് മൂവ് ആയിരിക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് വെൽഫെയർ എന്നാണ്. നമ്മൾ ആ വേർഡിൽ നിന്ന് തന്നെ നോക്കാം, കുട്ടികളുടെ വെൽഫെയർ. സോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് നമ്മുടെ നേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എന്താണ്, അമൂല്യമായിട്ടുള്ള നിധികളാണ്. വെച്ചാല് നമുക്ക് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് കുട്ടികൾ, അല്ലെ? അപ്പോ നമ്മൾ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ബാല്യം അത് ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സാധാരണയായിട്ട് 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും നമ്മള് എന്താ പറയാ, എല്ലാ കുട്ടികളെയും നമ്മള് കുട്ടികളായിട്ടാണ് കണക്കാക്കുന്നത്, 18 വയസ്സിന് താഴെയുള്ളത്. മെയിൻ ആയിട്ട് കുട്ടികൾക്ക് ശരിക്കും സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ല, അല്ലെ? സ്വയം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. സോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാജ്യം കുറെ റൈറ്റ്സും കാര്യങ്ങളും അവകാശങ്ങളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? കുട്ടികളുടെ സർവൈവലിനും ഡെവലപ്മെന്റിനും പ്രൊട്ടക്ഷനും പാർട്ടിസിപ്പേഷനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് അവകാശങ്ങൾ കുട്ടികൾക്കുണ്ട്. സോ നമ്മളതൊന്ന് ജസ്റ്റ് സിംപ്ലി ഒന്ന് നോക്കുകയാണ് എന്തെല്ലാം അവകാശങ്ങളാണ് കുട്ടികൾക്കുള്ളത്. ഫസ്റ്റ് വൺ, സർവൈവൽ, അതിജീവനത്തിനുള്ള അവകാശം. പ്രധാനമായും ജീവിക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ അതിജീവന അവകാശം എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഭൂമിയിൽ നല്ല സമാധാനത്തോടു കൂടിയും ജീവിക്കാനായിട്ട് എന്തുണ്ട്, അവകാശമുണ്ട്. അതേപോലെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള അവകാശവും ഈ ഒരു അവകാശത്തിൽ വരും. അപ്പോൾ നമ്മള് ഓരോ കുട്ടിക്കും പ്രൊവൈഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം. പോഷകാഹാരങ്ങൾ കൊടുക്കണം, അതേപോലെ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ TT അല്ലെങ്കിൽ ടെറ്റനസിനുള്ള വാക്സിൻ അമ്മയിലൂടെ കുട്ടിയിലേക്ക് എത്തുന്നുണ്ട്, അല്ലെ? ആ ടൈം മുതലേ കുട്ടിയുടെ ആ ഒരു അതിജീവനാവകാശത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് പോഷകാഹാരം വെച്ചാല് പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാ വുമൻസിനും പോഷകാഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നത്. അതിനുശേഷം കുട്ടി ജനിച്ചതിന് ശേഷം 6 months നമ്മൾ പറയും ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം 6 months മുതൽ 3 years വരെ അവർക്ക് വേണ്ട പോഷകാഹാരങ്ങൾ അംഗനവാടി മുഖേന കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഉച്ചഭക്ഷണം, അതേപോലെ എന്താ പറയാ, മിൽക്കും എഗ്ഗും ഒക്കെ ആഴ്ചയില് മിൽക്ക് ഒരു ദിവസം മിൽക്ക് അതേപോലെ എഗ്ഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ഉച്ചഭക്ഷണവും കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടിയുടെ പോഷകാഹാരത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഉന്നമനാവകാശം, ഡെവലപ്മെന്റ് റൈറ്റ്സ്. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ? അറിയാവോ? എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ പറയുന്നത്? 6 വയസ്സ് മുതൽ വയസ്സ് വരെ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. 6 to 40 years വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സോ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സാമൂഹ്യ സുരക്ഷ, പരിചരണം, വിശ്രമം, വിനോദം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ പങ്കെടുക്കാനുള്ള അവകാശം, ഇങ്ങനെയുള്ള അവകാശങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 6 to 40 years വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സാമൂഹ്യ സുരക്ഷ, ആ ഒരു കാര്യത്തിലെ കുട്ടികളുടെ കേസിൽ നമ്മൾ കുറച്ച് വീഴ്ചകൾ വരുത്തുന്നുണ്ടെന്ന് നമുക്ക് ന്യൂസുകളിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, കുട്ടികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പ് നൽകണം. പരിചരണം, നമ്മള് കുട്ടികൾക്ക് സ്വയം പ്രൊട്ടക്ഷൻ അറിയില്ല, സോ നമ്മൾ അവർക്ക് പരിചരണവും വിശ്രമവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ദെൻ വിനോദം, അവർക്ക് പ്ലേ ടൈമും കാര്യങ്ങളും അലൗ ചെയ്യണം, എന്നാലാണ് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ.
ദെൻ പ്രൊട്ടക്ഷൻ ആണ്, സംരക്ഷണാവകാശം. നമുക്കറിയാം പ്രൊട്ടക്ഷൻ ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായും വരുന്നത് കുട്ടികളെ ചൂഷണത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അവഗണന, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം. ഇതിൽ നിന്നെല്ലാം നമ്മുടെ കുഞ്ഞു മക്കളെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികൾ അങ്ങനെ ചൂഷണത്തിനൊന്നും വിധേയമാകുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടാ. നമ്മള് ചിലപ്പോൾ നമുക്കതൊരു കഥ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ന്യൂസ് മാത്രമായിരിക്കും. ഒരുപാട് കുട്ടികൾ ഈ ചൂഷണം, ദുരുപയോഗം ചെയ്യപ്പെടലൊക്കെ ഉണ്ട്. അത് പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വേർതിരിവൊന്നുമില്ല ഇന്നത്തെ സമൂഹത്തില്, അല്ലെ? ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഓരോ പോലെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർ ഏറ്റവും കൂടുതൽ തുറന്നു പറയുന്നത് ആരോടായിരിക്കും? പാരന്റ്സിനോടായിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ടീച്ചർമാരാണ്. ടീച്ചറിനോട് ആയിരിക്കും കുട്ടി അത് തുറന്നു പറയുന്നത്. കാരണം അവർ ആ ഫീലിംഗ് ഓഫ് പ്രൊട്ടക്ഷൻ, ആ ഒരു ഫീല് നമ്മളുടെ അടുത്താണ് ഫീൽ ചെയ്യുന്നത്. സോ നമ്മൾ നമ്മുടെ ഓരോ കുട്ടീനെയും നല്ല രീതിയിൽ മനസ്സിലാക്കണം. അവരിൽ വരുന്ന ചെറിയ മൂഡ് ഓഫ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ, അവർക്ക് വരുന്ന വിഷാദങ്ങളും കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്നാണ് പല കുട്ടികളും വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ നമ്മള് അത് ആ ചൂഷണങ്ങള്, ദുരുപയോഗം ചെയ്യുന്നത് ഒക്കെ കുട്ടികൾ ചിലപ്പോൾ ഉള്ളില് ഒതുക്കും. കാരണം ആ ഭയം കൊണ്ട്, ആ ഒരു വ്യക്തിനോടുള്ള പേടി കൊണ്ട് അവരെന്ത് ചെയ്യും? അത് ഉള്ളിൽ ഒതുക്കാനാണ് ചാൻസ്. അത് അവരുടെ പഠനത്തെ വളരെയധികം അഫക്ട് ചെയ്യും. എന്റെ വീടിന്റെ അടുത്ത് എനിക്ക് പരിചയമുള്ളൊരു കുട്ടിക്ക് ഇതേപോലൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അവള് 8th പഠിക്കുന്ന സമയത്താണ്. 7th ലോങ് വെക്കേഷന് ഈ കുട്ടിക്ക് അമ്മ മരിച്ചു പോയതാണ്. ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക്. സോ അമ്മ അതിന് മുമ്പത്തെ വർഷം മരണപ്പെട്ടതാണ്. ഈ കുട്ടി സമ്മർ വെക്കേഷൻ സമയത്ത് അമ്മാവന്റെ വീട്ടിൽ നിൽക്കാൻ പോയി. അമ്മാവൻ 2 പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. എന്നാലും അമ്മാവന്റെ വീട്ടിൽ നിൽക്കാൻ പോയി. സോ ഈ കുട്ടി എന്ത് ചെയ്തു? അമ്മാവന്റെ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് സാധാരണ അച്ഛനും അച്ഛമ്മയാണ് വീട്ടിലുള്ളത്, പിന്നെ ആ ചേട്ടനുണ്ട്. അമ്മാവന്റെ വീട്ടിൽ നിൽക്കാൻ പോയി. അമ്മാവൻ അവിടെ വെച്ച് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തു. സോ ഈ കുട്ടിക്ക് ആദ്യം ഉണ്ടായ ഒരു എനർജിയും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കുട്ടി അതിൽ നിന്നെല്ലാം മാറി എന്താ പറയാ, ഭയങ്കരമായിട്ട് ദേഷ്യക്കാരിയായിട്ട് മാറി. ഭയങ്കര കുറുമ്പി, ദേഷ്യക്കാരി, എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്നു. അങ്ങനെ എല്ലാവരും ആ കുട്ടി 7th സ്റ്റാൻഡേർഡ് വരെ. അപ്പൊ ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ സംസാരിച്ചു ഈ കുട്ടികളിൽ. അപ്പൊ ആദ്യം ടീച്ചേഴ്സ് വിചാരിച്ചു അഡോളസെന്റ് ഏജിലേക്ക് കടന്നതിന്റെ പ്രശ്നമായിരിക്കും. ആ സമയത്ത് അന്ന് ആ കുട്ടി എന്താണ് അഡോളസെന്റ് ഏജിലേക്ക് കടന്നതിന്റെ ആയിരിക്കും ടീച്ചേഴ്സ് വിചാരിച്ചു. പിന്നെയും ഈ ഒരു പ്രശ്നം പഠിക്കുന്നില്ലോ. മുമ്പ് നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടി ഒന്നും പഠിക്കുന്നില്ല, ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് വെറുതെ എവിടേക്കോ ചിന്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കരച്ചില് മാത്രം. അങ്ങനെയൊക്കെ വന്നപ്പോൾ ക്ലാസ് ടീച്ചർ എന്ത് ചെയ്തു? സംസാരിച്ചു കുട്ടിനോട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോ ആ കുട്ടി കുറെ നേരം കമ്പൽ ചെയ്ത് കഴിഞ്ഞപ്പോ ആ കുട്ടി ആ ഒരു 2 months സമ്മർ വെക്കേഷന് ഫേസ് ചെയ്ത ആ ഒരു കാര്യം ആരോട് പറഞ്ഞു? ടീച്ചറിനോടാണ് പറഞ്ഞത്. ടീച്ചർ ആ ചൈൽഡ് വെൽഫെയറിൽ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അവര് സ്വയമേ കേസ് എടുത്തു. ദെൻ അതിനുവേണ്ടി അന്വേഷണങ്ങൾ നടത്തി ആ ഒരു വ്യക്തിനെ പോസ്കോ ചുമത്തി തോന്നുന്നു അറസ്റ്റ് ചെയ്തു. പക്ഷെ കുട്ടിയുടെ ഒപ്പം നമ്മൾ വിചാരിക്കും വീട്ടുകാരെ നിന്നു. വീട്ടുകാരും ഈ കുട്ടിയുടെ ഒപ്പം നിന്നില്ല. കാരണം എന്താണ്? വീട്ടുകാർക്ക് എന്താ പറയാ, അതൊരു ചീത്തപ്പേര് പോലെ. കാരണം സ്വന്തം റിലേഷനിലുള്ള ഒരാള് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാവരും ഈ കുട്ടീനെ കുറ്റപ്പെടുത്താനും ചെയ്ത് അതിൽ നിന്ന് ആ കുട്ടി ഭയങ്കരമായിട്ടൊരു ട്രാജഡി, ഡിപ്രഷനിലേക്കാണ് പോയത്. പിന്നെയും ടീച്ചേഴ്സും എല്ലാവരും കൗൺസിലിംഗ് ചെയ്തു. ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളൊന്ന് ഓക്കെ ആയി തുടങ്ങിയത്. പണ്ടത്തെ പോലെ അങ്ങനെ ഓടിച്ചാടി നടക്കൊന്നുമില്ല. അപ്പൊ ആള് ഭയങ്കര സൈലന്റ് ആയി, ആരോടും അധികം സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോ നമ്മള് കൂടുതലും കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ പറ്റുന്നത് ആർക്കായിരിക്കും? നമുക്കായിരിക്കും, ടീച്ചർമാർക്കായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ഏതെങ്കിലും കുട്ടിക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. അത് നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോ സംരക്ഷണാവകാശമാണ് നമ്മള് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫീലിംഗ് സേഫ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ വരുമ്പോൾ ക്ലാസ് റൂമിൽ അവർ സേഫ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ പാരന്റ്സിനോട് പറയണം. അവര് ആ ഒരു സേഫ്റ്റി ഫീലിംഗ് അവർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സ്ഥലമാണ് ഹോം എന്ന് പറയുന്നത്. അവിടെ ആ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു സേഫ് ഫീലിംഗ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അവിടെ
ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്മെന്റും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസവും നല്ല രീതിയിലൊക്കെ പോകുള്ളൂ. ഇനി പങ്കാളിത്ത അവകാശമാണ് പാർട്ടിസിപ്പേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. കുട്ടികളെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുട്ടികളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, തീരുമാനങ്ങൾ എടുക്കാൻ ശീലിപ്പിക്കുക. ചെറുപ്പം മുതൽ കുഞ്ഞു കുട്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസിഷൻസ്, വലിയ ഡിസിഷൻസ് അല്ല, ചെറിയ ചെറിയ ഡിസിഷൻസ് നമ്മൾ അവരെ കൊണ്ട് എടുപ്പിക്കാം. എന്നുവെച്ചാൽ അവർക്ക് എന്ത് വേണം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരെ കൊണ്ട് തീരുമാനം എടുത്ത് അവർ തെറ്റിക്കില്ലേന്ന്. പക്ഷെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് തെറ്റിക്കഴിഞ്ഞാൽ അവർ പിന്നീട് എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആയിരിക്കുള്ളൂ. സോ അവരത് ട്രൈ ചെയ്ത് അവർ പെർഫെക്റ്റ് ആവുള്ളൂ. മുതിരുമ്പോഴേക്കും അവർക്ക് തീരുമാനങ്ങൾ സ്വയം എടുക്കാനായിട്ട് പറ്റും. സോ അപ്പൊ ഇത്രയും അവകാശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് വെൽഫെയർ എന്നാണ്. ചൈൽഡ് വെൽഫെയർ ഈസ് എ കൺസെപ്റ്റ് which goes beyond providing just education or literacy. നമ്മൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക എന്ന് മാത്രമല്ല. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആൻഡ് ചിൽഡ്രൻസ് ആർ ദ അസറ്റ്സ് ഓഫ് എ നേഷൻ. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ അമൂല്യമായിട്ടുള്ള സ്വത്താണ്. ദേ ഷുഡ് ബി പ്രോപ്പർലി കെയർഡ് ഫോർ. അവർ നമ്മൾ പ്രോപ്പർലി എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. ആൻഡ് ബ്രോട്ട് അപ്പ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ. നമ്മുടെ നേഷന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കണം. അതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. സോ വി ഹാവ് ടു അറേഞ്ച് സ്പെഷ്യൽ റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ഫോർ ദ ചിൽഡ്രൻ, provide them with a balanced and nutritious diet, protect them from harmful influences in the environment, and take care of their education and creative development. So നമ്മൾ എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യും? അവർക്ക് വേണ്ട അറേഞ്ച് സ്പെഷ്യൽ ആൻഡ് റെഗുലർ മെഡിക്കൽ ചെക്കപ്പ്. എന്ന് വെച്ചാൽ കുട്ടികള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകളിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. ദെൻ അവർക്ക് നല്ല ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ്, നല്ല ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പ്രൊട്ടക്ട് ദം ഫ്രം ഹാർംഫുൾ ഇൻഫ്ലുവൻസസ് ഇൻ ദ എൻവയോൺമെന്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റി അത്ര പെർഫെക്റ്റ് ഒന്നല്ല. സോ അവർക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. സോ അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവരുടെ എഡ്യൂക്കേഷനും ക്രിയേറ്റീവ് ഡെവലപ്മെന്റും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇനി വെൽഫെയർ ഇൻക്ലൂഡ് ഓൾ ദീസ്. താഴെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വെൽഫെയറിൽ വരുന്നുണ്ട്. ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രൈമറി ഏജന്റ് അല്ലെങ്കിൽ പ്രൈമറി പേഴ്സൺ എന്ന് പറയുന്ന ഫാമിലി ആൻഡ് ഫാമിലി സറൗണ്ടിങ്സ് ആണ്. ഒരു കുട്ടിയുടെ ഫാമിലിയും ആ ഒരു സറൗണ്ടിങ്സ്. ദ ചൈൽഡ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഹിസ് വെൽഫെയർ. ആ കുട്ടിയുടെ വെൽഫെയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ആർക്കാണുള്ളത്? ഫാമിലിക്കാണ്. ഇഫ് ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈസ് നോട്ട് ഗുഡ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ലി ടു അഫക്ട് ചൈൽഡ് ലൈഫ് ആൻഡ് ഡെവലപ്മെന്റ്. സോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശം ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ അത് ബാഡ്ലി അഫക്ട് ചെയ്യും. അവന്റെ ഡെവലപ്മെന്റിനെയും ലൈഫിനെയും അത് ബാഡ്ലി അഫക്ട് ചെയ്യും. Therefore, schemes for welfare of the children are extended to family and minimum family well-being is to be ensured. So നമ്മൾ കുട്ടികളുടെ വെൽഫെയർ ഫാമിലീസിലും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഫാമിലീസ് എപ്പോഴും ഒരു മിനിമം വെൽബീയിങ് ഉറപ്പുവരുത്തണം. ദ ഫാമിലി ഹാസ് ടു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിലെ ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറ്റുന്നത് ആർക്കാണ്? ഫാമിലീസിനാണ്. The health of an individual depends on what he does and not what he knows. അപ്പോ ഹെൽത്ത്, ഒരു കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയില്ല എന്നത് ഹെൽത്ത് ഡിപ്പെൻഡ് ആണ്. അഫ്കോഴ്സ് പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് അവബോധം വേണം. ആപ്റ്റിറ്റ്യൂഡ്സ്, അവരുടെ ലക്ഷ്യങ്ങള്, ആപ്റ്റിറ്റ്യൂഡ്സ് ആൻഡ് ഗോൾസ് ആർ ദ റിസൾട്ട് ഓഫ് ഹിസ് ലേണിംഗ് എക്സ്പീരിയൻസ്. കുട്ടികൾ ലേൺ ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അക്യൂർ ചെയ്യും. നമ്മൾ ജസ്റ്റ് ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ലിറ്ററസി മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഹിഡൻ ആയിട്ടുണ്ട്. പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ,
ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ലൊരു സ്കൂൾ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാത്രമാണ്. ഇറ്റ് ഈസ് ദ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ദാറ്റ് ബിൽഡ് അപ്പ് ഹിസ് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ദ ഫാമിലി. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതലാണ് കുട്ടികൾ കുറച്ചും കൂടി സോഷ്യലബിൾ ആകുന്നത്, സൊസൈറ്റിനോട് കുറച്ചും കൂടി അടുക്കുന്നത്. സോ ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ ഫാമിലീസും ഈ ഹെൽത്തി ഹാബിറ്റ്സും കാര്യങ്ങളും ഫോളോ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആ 2 പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യോ? ചൈൽഡ് വെൽഫെയർ, ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി. വായിക്കാം മാം. Child welfare. Child welfare is a concept which goes beyond providing just education literacy. As children are the assets of a nation, they should be properly cared for and brought up for the benefit of the bright future of the nation. So we have to arrange special regular medical checkup for the children, provide them with a balanced and nutritious diet, protect them from harmful influences in their environment, and take care of their education and creative development. Welfare includes all of these, children and family. The family surroundings the child has an important role in his welfare. If the family background is not good, it's likely to affect the child's life and development. Therefore, schemes for the welfare of the children are to be extended to the family, and minimum family well-being is to be ensured. The family has to promote healthy habits in the children. The health of an individual depends on what he does and not what he knows. Of course, a person's health habits, attitude, and goals are the results of his learning experience. It is the pre-primary education that builds up his healthy habits in the family. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ആണ് കേട്ടോ. നമ്മുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? കുട്ടികള് ഹെൽത്തി ആയിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കണമെങ്കിൽ അത് നമ്മൾ എവിടെ നിന്ന് പഠിപ്പിച്ചു തുടങ്ങണം? ഫാമിലിയിൽ നിന്ന് പഠിപ്പിച്ചു തുടങ്ങണം. അവരുടെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ സോപ്പ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. റെഗുലർ ആയിട്ട് ബാത്ത് ചെയ്യണം. റെഗുലർ ആയിട്ട് ടോയ്ലറ്റ് ഹാബിറ്റ്സ്, അവരുടെ ടീത്ത് മോർണിംഗും അതേപോലെ ബിഫോർ ഗോയിങ് ടു ബെഡ്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം. സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഡ്രിങ്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹാബിറ്റ്സുകൾ ശീലിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലീസിൽ നിന്നാണ്. അതേപോലെ തന്നെ കുട്ടികള് ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്ന ശീലം, ഈ നമ്മള് സീസ് ചെയ്യുമ്പോഴും കഫ് ചെയ്യുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരത് ഫോളോ ചെയ്യും, അല്ലെ? നമ്മൾ പറയില്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെ ചെറുപ്പം. അവർ എങ്ങനെയാണോ ശീലിക്കുന്നത് അത് അവരുടെ ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യും. ദെൻ സ്പിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്പിറ്റ് ചെയ്യുന്നത് ആ ഒരു പ്ലേസിൽ മാത്രമായിരിക്കണം. ദെൻ യൂറിനേറ്റ് പാസ് ബൗൾ എന്ന് വെച്ചാൽ ടോയ്ലറ്റിംഗ് ഹാബിറ്റ് നമ്മൾ ശീലിക്കണം. അതിന്റെ പ്ലേസിൽ മാത്രമേ യൂറിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ടോയ്ലറ്റിന് പോകാനും പാടുള്ളൂ. നമ്മൾ അൺകവേർഡ് ആയിട്ടുള്ള ഫീറ്റ് യൂസ് ചെയ്ത് നടക്കാൻ പാടില്ല. ചെരുപ്പിടാതെ കടന്നു കഴിഞ്ഞാൽ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഏത് അസുഖമായിരിക്കും വരുന്നത്? ടെറ്റനസ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിപ്പിക്കണം. അതേപോലെ തന്നെ കുട്ടിക്ക് സിവിക് ഡ്യൂട്ടി, പൗരത്വ ബോധം, അതേപോലെ സിവിക് സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാമിലിയുടെ റോൾ എന്ന് പറയുന്നത്. സോ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ എന്താ പറയാ, ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നത് ആരാണ്? ഫാമിലീസ് ആണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. ഇന്ന് സെമിനാർ എടുത്ത എല്ലാവരും
നന്നായിട്ട് എടുത്തു. ആൻസി, എല്ലാവരും നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ സെമിനാർ എടുക്കുമ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നോളജ് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഫുഡ്, കുട്ടികളുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെയാണ് അവരുടെ ഡയറ്റ് പ്ലാൻ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും ധാരണ കിട്ടി ഇല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും ഫാമിലീസിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ, സൈൻ ഔട്ട് ആരില്ല എന്ന് തോന്നുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു.